വെൽക്കം ടു പ്രിയ റസാഖ് യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു ഫാമിലി വ്ലോഗാണ്. കുഞ്ഞാറ്റക്കുട്ടിക്ക് വെക്കേഷൻ ടൈമിൽ നമ്മൾ ലുലു മാളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഞങ്ങളുടെ ഒരു കുഞ്ഞു സന്തോഷം ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒബ്വിയസ്ലി ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേറെ ആരാണുള്ളത് അല്ലേ. അപ്പോൾ രാവിലെ ഒരു 10 മണിയോട് കൂടിയാണ് കേട്ടോ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 3 മണിക്കൂറാണ് ലുലു മാളിലേക്ക് നമുക്ക് ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചു തന്നപ്പോൾ ടൈം കാണിച്ചത്. കുറച്ച് സാധനങ്ങൾ 500 രൂപ ചലഞ്ച്, 500 രൂപ ചലഞ്ച്. ലുലു മാളിലേക്ക് 500 രൂപ വെച്ച് അയ്യേ, ഇവനാണോ പരിഷ്കാരി? പോകുന്ന വഴിക്ക് ഉച്ചയായപ്പോഴേക്കും നമ്മൾ ലഞ്ച് കഴിക്കാൻ കയറി. ഞാൻ ഫ്രൈഡ് റൈസും അമ്മയും കാക്കും ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കുഞ്ഞാറ്റിക്കുട്ടിക്ക് പിന്നെ സ്പെഷ്യലായിട്ട് സെപ്പറേറ്റ് ഫുഡൊന്നും വാങ്ങിച്ചില്ല, കാരണം നമ്മൾ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്ത് കഴിച്ചു. അങ്ങനെ ഇതാ നമ്മൾ ലുലു മാളിൽ എത്തിയിരിക്കുകയാണ്. മാളിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പെറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബേർഡ്സിനെ ഷോക്കേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബേർഡ്സിന് പിന്നെ എവിടെ കണ്ടു കഴിഞ്ഞാലും നമ്മളെല്ലാവരും കൗതുകത്തോടെ നോക്കുമല്ലോ. മാളിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ഏറ്റവും വലിയ പേടിയാണ് എസ്കലേറ്ററിൽ കയറുക എന്നുള്ളത്. മാളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഷോപ്പിൽ കയറി ഒന്നും വാങ്ങിച്ചില്ലെങ്കിലും എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങുക, അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങി നടക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു ശീലമാണ്. ഇത് ഓണം വൈബിൻ്റെ ഒരു ടൈം ആയതുകൊണ്ട് തന്നെ മുകളിൽ ഓണത്തുമ്പിയും അതേപോലെ കുറേ പൂക്കളൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുഞ്ഞാറ്റിക്കുട്ടിയാണെങ്കിൽ അതെല്ലാം കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനും വീഡിയോന് പോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എല്ലാം കണ്ട് എൻജോയ് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. കാക്കു എനിക്ക് അതെല്ലാം ഷൂട്ട് ചെയ്ത് തന്നു. കുഞ്ഞുമാവയാണെങ്കിലും ബേബി ഹിപ്പ് സീറ്ററിൽ സുഖമായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. എവിടെ പിന്നെ നമ്മൾ പോയത് ഗെയിം സ്റ്റേഷനിലേക്കാണ്. പക്ഷെ അവിടെ ചെറിയൊരു ടിക്കറ്റിന് 600 രൂപയായിരുന്നു റേറ്റ്. പക്ഷേ കുഞ്ഞാറ്റിക്കുട്ടിയാണെങ്കിൽ ആകെ ആ കാണുന്ന കുതിരയിൽ മാത്രമേ കയറുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ടിക്കറ്റ് ഒന്നും എടുത്തില്ല. നിങ്ങൾക്കൊരു ജീവനുള്ള കുതിരയെ തന്നെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞ് പപ്പ അവളെ സമാധാനപ്പെടുത്തി വെച്ചിരിക്കുമായിരുന്നു. അയ്യോ, അതിങ്ങനെ പറയൂ. എപ്പോ ബോധം പോയത് വെച്ചാൽ മതി. ഈ വലിയ റൈഡൊക്കെ കണ്ടിട്ട് കുഞ്ഞാറ്റിക്കുട്ടി ആകെ പേടിച്ച് നിൽക്കുമായിരുന്നു. അമ്മയാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ നിൽക്കുമായിരുന്നു കേട്ടോ. അതിൽ കയറുന്ന ആൾക്കാരൊക്കെ സമ്മതിക്കണം എന്ന് പറയുമായിരുന്നു. പിന്നെ നമ്മൾ പോയത് ഇങ്ങനത്തെ ഷോക്കേസ് ഐറ്റംസിൻ്റെ ഒരു ഷോപ്പിലായിരുന്നു. എല്ലാത്തിനും നല്ല വിലയായിരുന്നു. പക്ഷേ അമ്മ പറഞ്ഞ പോലെ കാണുന്നതിന് ക്യാഷ് കൊടുക്കണ്ടല്ലോ, എല്ലാം നല്ല യുണീക്ക് പീസസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം ഒന്ന് കണ്ട് ആസ്വദിച്ചു. അതിനുശേഷം നമ്മൾ കുഞ്ഞാറ്റിക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ടോയ് ഷോപ്പിലും പോയി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ നമ്മളൊന്നും വാങ്ങിച്ചില്ല. വാങ്ങാൻ വേണ്ടിയാണ് പോയത്, വാങ്ങിച്ചില്ല. മറ്റൊന്നും കൊണ്ടല്ല, ടോയ്സിനൊക്കെ ഭയങ്കര വിലയായിരുന്നു. അത് ക്വാളിറ്റിയുള്ള ടോയ്സ് ആയതുകൊണ്ടായിരിക്കാം ആവശ്യത്തിലധികം തന്നെ വിലയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്രയും പ്രൈസ് കൊടുത്തിട്ട് ടോയ്സ് വാങ്ങണോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നമ്മൾ. സോ ഫൈനലി നമ്മൾ വാങ്ങണ്ട എന്നുള്ളൊരു ഡിസിഷനിലെത്തി. ഇനി നമ്മൾ ഹൈപ്പർ മാർക്കറ്റിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പൊ എന്തോ സെലക്ട് ചെയ്യണം. മാംഗോ ഡ്രിങ്ക് ഒന്നുമില്ലേ? അപ്പൊ മാംഗോ എന്താ പറയണേ? തപ്പുഴ എന്താ പറയണേ?
ലുലു ഹൈപ്പർ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങിക്കും കേട്ടോ. എസ്പെഷ്യലി കാക്കു ഒരുപാട് ഫുഡ് ഐറ്റംസ് വാങ്ങിക്കും. ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ബ്രോസ്റ്റഡ് ടൈപ്പ് ഒരു ഫാമിലി ബോക്സ് ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിക്ക് നോക്കടാ, ഡ്രസ്സ് ശരിയാക്കി പോലും. അവിടെ നിക്കടാ, ഇങ്ങോട്ട് തിരി. പപ്പ അങ്ങനെ നമ്മുടെ കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ ഇറങ്ങുകയാണ്. എസ്കലേറ്ററിൽ ഇറങ്ങാൻ പേടിച്ചിട്ട് അമ്മ കുഞ്ഞാറ്റയുടെ കൈയും പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി വരുമായിരുന്നു. പാർക്കിങ്ങിലേക്ക് പോകുന്ന വഴി കുഞ്ഞാറ്റക്കുട്ടി ചെറുതായിട്ടൊന്ന് വീണ് ഫേസ് ഒന്ന് സ്ക്രാച്ച് ആയിട്ടോ. കണ്ടോ, കുറെ നടക്കാണ്ടോ. വരുന്ന വഴിക്ക് കുറച്ചൊരു ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു 8 മണിയോട് കൂടി നമ്മൾ നമ്മുടെ നാട്ടിലെത്തി. കണ്ടില്ലേ, ഇതാണ് റോഡിന്റെ അവസ്ഥ തൃശ്ശൂര്. കൊറേയൊക്കെ ഞങ്ങൾ എടുക്കാൻ മറന്നു, ചാടിച്ചടിച്ച് മറന്നു. കുഴികൾ മാത്രമേ ഉള്ളൂ അല്ലേ? നല്ല റോഡ് കുഴിയല്ല, റോഡാണിത്. നമ്മൾ ട്രക്കിങ്ങിന് പോയതല്ല, തൃശ്ശൂരിലോട്ട് പോവാണ്. സിസേറിയൻ കഴിഞ്ഞ് ഈ വഴി വരുന്ന സമയത്ത് ഗതാഗത മന്ത്രിനെ കുറേ സ്മരിച്ചതാണ്. ഗതാഗത മന്ത്രിനല്ലേ റോഡിന്റെ മൊത്തത്തിലെ ആൾക്കാരെ ഞാൻ നന്നായി സ്മരിക്കണ്ടേ. റോഡ് ടാക്സ് കൊടുത്തിട്ടേ ഈ പാടം കണ്ടം പൂട്ടിയ പാടത്ത് കൂടെ പോണം, വണ്ടി പോണം, റോഡൊക്കെ ഓരോരുത്തരെ ജയിപ്പിച്ച് വിടുക, ഓരോ അവരെ പോക്കറ്റ് നടക്കുക, റോഡൊക്കെ പണിയെടുക്കുക. പിന്നെന്താ 2 വർഷം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടി അലൈൻമെന്റ് ചെക്ക് ചെയ്യണം. എന്തൊക്കെ പണിന്റെ അറിയോ. അത് മാത്രല്ല, അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് വരുന്ന വഴിക്ക് കുലുങ്ങിയിട്ട് വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടന്നിട്ട് 1 ലക്ഷത്തോളം നമുക്ക് അങ്ങനെ ചെലവായി. അല്ലെ, അപ്പൊ ഈ മന്ത്രിമാർ ഈ റോട്ടിൽ കൂടെ പോവില്ല? ഫ്ലൈറ്റ് പറക്കില്ലെങ്കിൽ മുന്നിലും ബാക്കിലൊക്കെ പോലീസ് അവരെ വണ്ടി കുലുങ്ങൂല, നമ്മളെ വണ്ടി ഇങ്ങനെ കുലുങ്ങണം. നമ്മൾ ഈ പാവപ്പെട്ടവരുടെ വണ്ടിയൊക്കെ നോക്കി പതുക്കെ പോകുള്ളൂ. ഇതൊക്കെ അവരുടെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാലും നമ്മൾ പൈസ കൊടുക്കണ്ടല്ലോ ശരിയാക്കാൻ. ഇതുപോലെ കുറച്ച് ഏരിയ മാത്രമേ ഉള്ളെങ്കിൽ അത് കണ്ണടക്കാം. പക്ഷെ ഇത് ബസ്സുകൾ പോകുന്നത് ഒരു ബാക്കിൽ നിന്ന് ഓടിക്കും. വിചാരിക്കും നമ്മള് പിന്നെ അവര് ബുദ്ധിമുട്ട് പ്രാവില്ല, ഇവരെ പ്രാവും. ഇവരൊക്കെ കുഴി കാണിച്ചു, കുഴി കണ്ടോ, കുഴി കാണണ്ട, പിന്നെ കാണണ്ട്.